സംസ്ഥാന നേതൃനിരയിൽ നിന്ന് മാറിയതിനു ശേഷം ജി സുധാകരൻ എടുത്ത ഭൂരിഭാഗം നിലപാടുകളും സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തേതാണ് തപാൽ വോട്ട് അട്ടിമറി. അധികൃതർ നിയമ നടപടികൾ തുടങ്ങിയിട്ടും സുധാകരന് വേണ്ടി ഒരൊറ്റ സിപിഐഎം നേതാവ് പോലും രംഗത്ത് വന്നിട്ടില്ല. ഈ വിഷയത്തിൽ സുധാകരനെ സംരക്ഷിക്കേണ്ടതില്ല എന്നതാണ് പാർട്ടി തീരുമാനം. സിപിഐഎം നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, മുൻ മന്ത്രിമാരെ പോലെ കഴിവുള്ളവരല്ല ഇപ്പോഴത്തെ മന്ത്രിമാരെന്ന് പറയുക, പ്രതിപക്ഷത്തിന്റെ വേദിയിലെത്തുക, വിവാദങ്ങൾ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക പോലുള്ള കാര്യങ്ങളാണ് അടുത്തിടെ ജി സുധാകരനിൽ നിന്നുണ്ടായത്. ആലപ്പുഴയിലെ SFI നേതാക്കളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതും കണ്ടു. ഫോറസ്റ്റ് ഓഫീസിൽ കയറി പ്രതിയെ മോചിപ്പിച്ച KU ജനീഷ് കുമാർ MLA കുറ്റപ്പെടുത്തിയതിന് പിന്നാലെയാണ് തപാൽ വോട്ട് അട്ടിമറിയെക്കുറിച്ച് ഇന്നലെ പ്രസംഗിച്ചത്. വിവാദമായതോടെ കോൺഗ്രസ് വിഷയം ഏറ്റെടുത്തു. ദേവദാസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികളിൽ ഒന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിച്ച ഏക CPIM നേതാവ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറാണ്. പാർട്ടി ഒരു കാലത്തും തപാൽ വോട്ട് അട്ടിമറിച്ചിട്ടില്ല എന്ന് പറഞ്ഞ നാസർ അങ്ങനെ ജി സുധാകരൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന നിലപാടുമെടുത്തു. CPI സുധാകരനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ പേപ്പറിൽ വായിച്ചു, അങ്ങനെ പൊട്ടിച്ച് വായിക്കുന്നത് നിയമപരമായി ശരിയല്ല. പോലീസ് നീക്കങ്ങൾ നിരീക്ഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വ്യക്തമാക്കി. റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.